അടുത്ത ഓറഞ്ച് അലർട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് വന്നാൽ കോട്ടയമാണ്. കോട്ടയത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്ത ശക്തമായ മഴയ്ക്ക് ഇപ്പോൾ ശമനമുണ്ട്. ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ് കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും ഉണ്ടായത്. ജില്ലയിലെ നദികളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ചിലയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതും മരങ്ങൾ വീണതും ഒഴിച്ചാൽ മറ്റ് നാശനഷ്ടങ്ങളില്ല. ജില്ലയിൽ രാവിലെ മുതൽ ഓറഞ്ച് അലർട്ടാണ്. അഖിൽ കെ ചേരുന്നുണ്ട്. അഖിൽ, ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ കോട്ടയത്ത്? റോഷ്നി, നിലവിൽ ഇപ്പോൾ കോട്ടയത്ത് മഴയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ന് രാവിലെയൊക്കെ ശക്തമായ മഴ ലഭിച്ചത്. പക്ഷേ മഴ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. കാരണം ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് കോട്ടയത്തിന് മുകളിൽ. ഒരു ഉച്ചസമയം മുതൽ തന്നെ കുറച്ച് സമയം ഒരു വെയിൽ വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു കോട്ടയത്തുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ ഉണ്ടാകാം എന്നുള്ളതാണ്. മഴ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ വൈകുന്നേരങ്ങളിലാണ് മഴ ശക്തി പ്രാപിക്കുകയും രാവിലേക്ക് എത്തുമ്പോൾ മഴ ശക്തി കുറയുകയും. ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ തന്നെ കോട്ടയത്ത് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ മഴയ്ക്ക് വല്ല ശക്തിയേറിയിരുന്നു. രാവിലെയൊക്കെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നദികളിലെ മീനച്ചിലാറിലും മണിമേലാറിലും ഒക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ഒപ്പം ഈ ഇടുക്കിയുടെ പടിഞ്ഞാറ് മേഖലയിലൊക്കെ മഴ ശക്തമായി കഴിഞ്ഞാൽ ഈ മീനച്ചിലാറിൽ സ്വാഭാവികമായും ജലനിരപ്പ് ഉയരും. ഈ ജലനിരപ്പ് ഉയരുന്നതിന്റെ പ്രശ്നങ്ങൾ എത്തുന്നത് പടിഞ്ഞാറൻ മേഖലയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ്. പടിഞ്ഞാറൻ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളാണ്. അപ്പർ കുട്ടനാട് മേഖലയിലൊക്കെ തന്നെ ഈ വെള്ളക്കെട്ടിലേക്ക് പോസിയിട്ടുണ്ടാവും. ഇന്ന് രാത്രി കൂടി ഒരു ശക്തമായ മഴ ലഭിക്കുകയാണെങ്കിൽ ഈ പടിഞ്ഞാറൻ മേഖല അപ്പർ കുട്ടനാട് ഭാഗത്തൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള അല്ലെങ്കിൽ വെള്ളം കയറി വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം പലയിടത്തും മീനച്ചിലാറിലൊക്കെ പലയിടങ്ങളിലും ഈ റോഡിനോട് സമാന്തരമായുള്ള ജലനിരപ്പ് ഉയർന്നെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 5 ദിവസത്തിലധികമായി ഈ 4 ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. 4 ദുരിതാശ്വാസ ക്യാമ്പുകളായി 35 പേരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് 3 സ്കൂളുകൾ ഈ ക്യാമ്പുകളുണ്ട്. 3 സ്കൂളുകൾക്ക് ഇന്ന് അവധിയും ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ജില്ലയിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നമുക്ക് മഴയുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ നിലവിൽ അത്ര കാര്യമായ മഴ ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം പെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ രാത്രി മഴ കനക്കുകയാണെങ്കിൽ ഈ പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് അതിന് ആശങ്ക എത്തുക. കാരണം കിഴക്കൻ മേഖലയിൽ രാവിലെയൊക്കെ ഇന്നലെ രാത്രിയൊക്കെ പെയ്ത മഴ ആ വെള്ളം ഒഴുകിയെത്താൻ ഏകദേശം രാത്രിയോടുകൂടിയാണ് ഒഴുകിയെത്തുക. അപ്പോൾ രാത്രി കൂടി പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ മേഖലയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടിലാവും. റോഷ്നി.